ഒരു ദിവസം എൻ്റെ അമ്മ ഷോപ്പിങ്ങിനായി പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എൻ്റെ അനിയനെ നല്ലപോലെയായിട്ട് ശ്രദ്ധിക്കണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് അവൻ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ട്യൂഷന് പോയ സമയത്ത് അവൻ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയി. ഞാൻ എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് അവൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവൻ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയി എന്ന് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഭ്രാന്തി പോലെ തോന്നിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കിഡ്നാപ്പറൊക്കെ വരുന്ന സ്ഥലമാണ് ഈ സമയത്തൊക്കെ പോയാൽ. ഞാൻ പെട്ടെന്ന് അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ആരെയും കാണാനില്ല. ഗ്രൗണ്ടിലേക്ക് എത്തി ഞാൻ കുറേ പ്രാവശ്യം അവനെ വിളിച്ചിട്ടും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ആ സമയത്ത് ഭയങ്കര കാറ്റും ഇതുമായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും അവനെ വിളിച്ചിട്ട് ആരെയും കാണുന്നില്ല. ഞാൻ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരോ ഓടുന്നതാണ് ഞാൻ പെട്ടെന്ന് കണ്ടായിരുന്നത്. ഞാൻ പെട്ടെന്ന് അവിടെ ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ആകെ ദേഷ്യം വന്നു. ഇരിക്കുന്ന സമയമായിരുന്നു ഇവരെ കാണാത്തതിൻ്റെ. ഞാൻ പോയപ്പോഴത്തേക്കും ആരോ അവരെ കൊണ്ട് പോണതായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് ഇരിക്കാൻ വയ്യായിരുന്നു. ഞാനാണെങ്കിൽ ഇതെല്ലാം കണ്ട് എനിക്ക് കിഡ്നാപ്പറിനെ ഇടിക്കാനാണ് പോയി തോന്നിയത്. ഞാൻ ഈ ദേഷ്യത്തിൽ ഇറങ്ങി അങ്ങ് ഓടുകയും ചെയ്തു. നേരെ ഞാൻ കിഡ്നാപ്പറിനെ ലക്ഷ്യമാക്കി ഓടി. കിഡ്നാപ്പറിൻ്റെ അടുത്ത് വിടറാ അവനെ എന്ന് പറഞ്ഞിട്ട് ആ കിഡ്നാപ്പർ തിരിഞ്ഞ് ദേഷ്യത്തിൽ നോക്കിയിട്ട് അവനെ എടുത്ത് എറിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഫൈറ്റിങ്ങിനായിരുന്നു. പക്ഷേ കിഡ്നാപ്പർ എന്നെ അടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ കിഡ്നാപ്പറിനെ അതിന് മുമ്പേ അടിച്ച് താഴെ ഇട്ടായിരുന്നു. കിഡ്നാപ്പർ തെറിച്ച് താഴെ വീഴുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് സൈഡിലേക്ക് നോക്കിയപ്പോൾ അവൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് എനിക്ക് ആ ദേഷ്യം മാറിയില്ല. ഞാൻ ശരിക്കും അവനെ എടുത്തിട്ട് എല്ലാം ചെയ്തു. പെട്ടെന്ന് ആ തക്കം നോക്കി ഞാൻ അവനെ എടുത്തുകൊണ്ട് ഓടുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ അമ്മ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ്. പെട്ടെന്ന് എൻ്റെ അനിയനെ കാണാത്തതിൻ്റെ ഇതിൽ അമ്മ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ അനിയനാണെങ്കിൽ എൻ്റെ അമ്മയെ കണ്ട് പെട്ടെന്ന് കരച്ചിലായിരുന്നു. ഞാൻ പെട്ടെന്ന് കരഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു ഇനി അവരെ ഒരിക്കലും ഗ്രൗണ്ടിലേക്ക് ഒന്നും പറഞ്ഞു വിടരുതെന്ന് കളിക്കാനായിട്ട്. അങ്ങനെ പിറ്റേ ദിവസം അമ്മ പോലീസിനെ വിളിച്ച് കംപ്ലയിൻ്റ് എല്ലാം രജിസ്റ്റർ ചെയ്തായിരുന്നു. അവിടെ ഇനി ആരും പോകരുതെന്നും പറഞ്ഞു. പക്ഷേ പോലീസുകാർ അവരെ അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ഇതുവരെ അവരെ കിട്ടിയിട്ടില്ലെന്നാണ് പോലീസുകാരുടെ റിപ്പോർട്ട്.